അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട് അല്ലേ? എത്രയോ കരുണയാണ് പടച്ചവൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ പറയാറുണ്ടോ? നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ടോ? ഒരാൾ ജീവിതത്തിൽ അൽഹംദുലില്ലാ എന്ന് അധികരിപ്പിച്ചാൽ, അത് പറയുന്നത് കൂടുതലാക്കിയാൽ അവനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കുന്നതോടൊപ്പം തന്നെ മഹാനായ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ എനിക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ? കുറഞ്ഞ സമയത്തിൽ കൂടുതൽ, നമുക്ക് അങ്ങനെയാണല്ലോ ഇഷ്ടം അല്ലേ? കുറച്ച് ജോലി ചെയ്തിട്ട് ഒരുപാട് ശമ്പളം കിട്ടണം, അതല്ലേ? ഒരുപാട് പൈസ കിട്ടണം, എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വല്ലുപ്പയും ചോദിച്ചു, പടച്ചോനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു വാക്ക്, എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നീ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അല്ലാഹു തആല നമ്മുടെ വല്ലുപ്പയാകുന്ന ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു മന്ത്രമുണ്ട്, വിജയമന്ത്രം. നമുക്കൊന്ന് കേട്ടാലോ എന്താണെന്ന്? ഇൻഷാ അല്ലാഹ് അത് നമുക്കും പറയാം. പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച് പറയാം. അതോടൊപ്പം തന്നെ 2 ആളുകൾ എന്നോട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, ദുആ രക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളോടും ഞാൻ പറയുകയാണ്, നിങ്ങളും അവർക്ക് വേണ്ടി ദുആ രക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് മുഴുവനായും കേൾക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു പടച്ചവൻ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫാ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറയുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം ഉണ്ട്, എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും നമസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയാറുണ്ട്, അൽഹംദുലില്ലാ പറയാറുണ്ട്, അല്ലാഹു അക്ബർ പറയാറുണ്ട് അല്ലേ? നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നോ അതിൻ്റെയൊക്കെ അവസാനം നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന വാക്ക് പറയണം, ഹംദ് പറയണം. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കാണ് എന്ത്? അൽഹംദുലില്ലാ എന്ന് പറയുക. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക. മനുഷ്യനാണ് നന്ദി ചെയ്യുന്നതിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നതെന്നാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നന്ദി പ്രകടനം അള്ളാഹുവിനോട് വളരെ കുറഞ്ഞ് നിൽക്കുന്നത് മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലഇൻ ശക്കർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലഇൻ ശക്കർത്തും, ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ, നമ്മുടെ മക്കൾ അനുഗ്രഹമാണ്, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ കച്ചവടം, നമ്മുടെ ആരോഗ്യം എല്ലാം അള്ളാഹു തന്നതാണ്. അള്ളാഹു തരാത്തൊന്നുമില്ല. അപ്പോൾ അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് പറയണം? ശുക്ർ പറയണം, നന്ദി പറയണം. അൽഹംദുലില്ലാ എന്ന് ചുരുങ്ങിയത് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ അസീദന്നക്കും, അള്ളാഹു നമുക്ക് എല്ലാം അധികരിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, ഇനി നമ്മൾ നന്ദിയൊന്നും ചെയ്യുന്നില്ല, നന്ദി കെട്ടടിമയായി മാറിയാൽ ഇന്ന അദാബി ലശദീദ്, അള്ളാഹു പറയുന്നു എൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ എന്ന്. നമുക്കൊന്ന് പറഞ്ഞാലോ ഇന്നു മുതൽ അൽഹംദുലില്ലാ എന്നൊന്ന് പറഞ്ഞാലോ? ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മുവത്ത എന്ന് പറയുന്ന മഹാനവകളുടെ ഒരു വലിയ വിശാലമായ ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മരിദൽ അബ്ദു, ഒരാൾ രോഗിയായാൽ, ഈ രോഗിയായ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണം എന്നാലേ രോഗിയാകൂ, അല്ല. ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അയാൾ രോഗി, അങ്ങനെയല്ല. രോഗി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, യൂറിക് ആസിഡ്, തലവേദന, നെഞ്ചുവേദന, പിന്നെ നടുവിന് വേദന, ഡിസ്കിന് കംപ്ലൈൻറ്റ്, ഫാറ്റി ലിവർ, അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, ഇതൊക്കെ രോഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ആളുകൾ ആരാണ്? രോഗികളാണ്. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ്, ഇദാ മരിദൽ അബ്ദു, ഒരാൾ രോഗിയായാൽ ബഅസല്ലാഹു ഇലൈഹി മലക്കൈൻ, ഒരാൾ രോഗിയായാൽ, ഒരാൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റിൽ കാണുന്നു കൊളസ്ട്രോൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണ്, അയാൾ ആരാ? രോഗിയാണ്, അയാൾ രോഗിയാണ്. ആ സമയത്ത് 2 മലക്കുകൾ അല്ലാഹു തആല അയാളിലേക്ക് അയക്കും. ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ ആ സമയത്ത് അല്ലാഹു 2 മലക്കുകൾ അയാളുടെ അടുക്കലേക്ക് അയക്കും. എന്നിട്ട് ഫഖാല, അല്ലാഹു പറയും ആ 2 മലക്കുകളോട്, ഉൻദുറ മാദാ യഖൂലു ലിഉവാദി, അതായത് എൻ്റെ അടിമ, അവൻ രോഗിയാണ്, ഇവനെ ആരൊക്കെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ ഇവനോട് ആരൊക്കെ എന്ത് സംസാരിക്കുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവൻ്റെ രോഗത്തെപ്പറ്റി ആരെങ്കിലും ഇവനോട് ചോദിച്ചാൽ ഇവൻ എന്താണ് തിരിച്ചു പറയുന്നതെന്ന് നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് തരണം. അള്ളാഹു പറയുമെന്നാണ്. അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വഹുവ അഅലമു, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്.
പക്ഷെ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പറയുകയാണ്. അങ്ങനെ ഈ രോഗിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്യാൻസർ രോഗമാവട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒരുപാട് പേരുണ്ട് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലായ ആളുകളുണ്ട്, പിന്നെ സ്ട്രോക്ക് വന്നവരുണ്ട്, പിന്നെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണ്ണമായ ശിഫാവ് കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരു രോഗിയായ മനുഷ്യൻ്റെ അടുക്കൽ 2 മലക്കുകൾ വരും. ആ രോഗിയായ മനുഷ്യൻ്റെ അടുക്കൽ 2 സന്ദർശകർ വന്നു എന്ന് വിചാരിക്കാം. ആ രോഗിയെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ അയാൾ പറയുവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, കുറവുണ്ട്, അൽഹംദുലില്ലാ, വലിയ പ്രയാസമായിരുന്നു, ഇപ്പോൾ അൽഹംദുലില്ലാ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇത്ര ഉള്ളല്ലോ, അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ഇതേ അസുഖം തന്നെ, അയാൾക്ക് ഭയങ്കര സീരിയസ് ആണ്, അൽഹംദുലില്ലാ എനിക്ക് കുറവുണ്ട്. അതായത് ഒരു അനുഗ്രഹത്തിൻ്റെ ചില വാക്കുകൾ, അതായത് അൽഹംദുലില്ലാ എന്ന് ഒരാൾ പറഞ്ഞാൽ, അയാൾ ആരായിരിക്കെ, രോഗിയായിരിക്കെ ഒരാൾ അൽഹംദുലില്ലാ എന്ന് അയാൾ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മലക്കുകൾ ഇങ്ങനെ പറയും, അള്ളാഹുവേ, ഈ രോഗിയായ മനുഷ്യൻ്റെ അടുക്കൽ, നിന്റെ അടിമയുടെ അടുക്കൽ കുറച്ച് ആൾക്കാർ വന്നു, അവർ വന്ന് ചോദിച്ചു എങ്ങനെ ഉണ്ടടാ രോഗം? അപ്പോൾ ഇയാൾ പറഞ്ഞു അൽഹംദുലില്ലാ കുറവുണ്ട്. അതൊക്കെ ചിലപ്പോൾ നല്ല വേദന ഉണ്ടാകും, എന്നാലും അയാൾ പറയുവാണ് അൽഹംദുലില്ലാ കുറവുണ്ട്. അതായത് അള്ളാഹുവേ, നിനക്ക് സ്തുതിച്ചുകൊണ്ട് ഈ രോഗിയായ മനുഷ്യൻ ഹംദ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ മലക്കുകൾ അള്ളാഹിനോട് പറയുമെന്നാണ്. ആ സമയത്ത് അള്ളാഹു പറയുന്ന ഒരു വാക്കാണ് ഇവിടെ നമ്മുടെ വിഷയം. അള്ളാഹു പറയും, എന്താ പറയുന്നത്? ഇയാൾ ഈ രോഗത്തിലെങ്ങാനം മരണപ്പെട്ടാൽ അൻ ഉദ്ഖിലഹുൽ ജന്ന, ഞാൻ ഇവനെ നേരെ സ്വർഗത്തിലേക്ക് കടത്തും. ഇവൻ ഈ രോഗം ഇത്രയും ഞാൻ കൊടുത്തിട്ടും അവൻ എന്താ പറയുന്നത്? അൽഹംദുലില്ലാ എന്ന വാക്കാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവനെ നേരെ സ്വർഗത്തിലേക്ക് കടത്തും. ഇനി ഈ രോഗം ഞാൻ ഇവനിക്ക് ശിഫയാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവനിക്ക് ഉണ്ടായിരുന്ന ആരോഗ്യത്തെക്കാൾ കൂടുതൽ ആരോഗ്യം കൊടുക്കുക മാത്രമല്ല, ഇവന്റെ എല്ലാ തെറ്റുകളും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് അള്ളാഹു ഈ മലക്കുകളോട് ഇയാൾക്ക് വേണ്ടി പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ഈ ഹദീസ് പറഞ്ഞതിന്റെ അർത്ഥം, രോഗിയായാൽ, നമുക്കൊരു രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പറയണം അൽഹംദുലില്ലാ. ആ രോഗം അള്ളാഹു ഒരു അനുഗ്രഹമായിട്ട് തന്നല്ലോ, എങ്ങനെ വിചാരിച്ചല്ല, അൽഹംദുലില്ലാ, എനിക്ക് ഇതല്ലേ ഉള്ളൂ, ഇതിനേക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന, പ്രശ്നത്തിലായ എത്രയോ ആളുകളുണ്ട്, ആ ഗണത്തിലൊന്നും പെടുത്തിയില്ലല്ലോ എന്ന് മനസ്സിൽ കരുതിയിട്ട് എന്തു പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ആ രോഗത്തിലെങ്ങാനും നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് സ്വർഗമുണ്ട്. ഇനി ആ രോഗം നമ്മളിൽ നിന്നും ശിഫയായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമതായി നമ്മൾ ഇന്ന് തൊട്ട് ഇൻഷാ അല്ലാഹ് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, നെഞ്ചുവേന ആവട്ടെ, നടുവേന ആവട്ടെ, മുട്ടിന് കംപ്ലൈൻ്റ് ആവട്ടെ, വെരിക്കോസിൻ്റെ അസുഖമാവട്ടെ, എന്ത് ചെറുതും വലുതുമായ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ എപ്പോഴും പറയണം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയണം. പറയോ? നിങ്ങൾ പറയൂലേ? ഇൻഷാ അല്ലാഹ് പറയണം. പറഞ്ഞാൽ ഈ രണ്ടാലൊരു നേട്ടം നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. ഇനി മഹാനായ ആദം നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ് അല്ലേ? അല്ലാഹു തആല ആദം നബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള തൗഫീക്ക് തരട്ടെ. നമ്മുടെ വല്ലുപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, ഞാൻ സ്വർഗ്ഗത്തിലായിരുന്നപ്പോൾ നിനക്ക് എപ്പോഴും ഞാൻ ദിക്ർ പറയുമായിരുന്നു, നിന്നെ ഞാൻ എപ്പോഴും സ്മരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നിനക്ക് വേണ്ടത്ര രൂപത്തിൽ എനിക്ക് ദിക്ർ ചെല്ലാനും അതുപോലെ നിന്നെ ഓർക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഭൂമിയിലായപ്പോൾ എനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പല തിരക്കുകളായി പോകുന്നത് കൊണ്ട് നിന്നെ കൃത്യസമയത്ത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ, നിന്നെ ഓർക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്കൊരു വാചകം നീ പഠിപ്പിച്ചു തരണം, എനിക്കൊരു വാക്ക് നീ പറഞ്ഞു തരണം. ആ വാക്ക് ഞാൻ പറഞ്ഞാൽ ആ വാക്ക് കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. ആ തരത്തിലുള്ള ഒരു വാക്ക്, ഒരു വാചകം, ഒരു പ്രാർത്ഥന, ഒരു ദുആ, ഒരു ദിക്ർ നീ എനിക്ക് പറഞ്ഞു തരണമെന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയായി. ഇത് ഇമാം നബവി തങ്ങൾ അവിടുത്തെ അദ്കാർ എന്ന കിതാബിൽ പറയുന്ന സംഭവമാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ആദമു, അല്ലയോ ആദമേ, ഇദാ അസ്ബഹത, നിങ്ങൾ പ്രഭാതത്തിലായാൽ രാവിലെ, ഫഖുൽ സലാസൻ, നിങ്ങൾ 3 പ്രാവശ്യം പറയണം. വ ഇദാ അംസൈത, നിങ്ങൾ വൈകുന്നേരമായാൽ, ഫഖുൽ സലാസൻ, നിങ്ങൾ 3 പ്രാവശ്യം പറയണം. അതായത് രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം നമ്മൾ പറയണം. എന്ത്? ഒരു വാചകം. ആ വാചകം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. രണ്ടാമത്തെ പ്രതിഫലം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കൂലിയാണ്. കുറഞ്ഞ ജോലി കൂടുതൽ വേതനം എന്നതുപോലെ കുറഞ്ഞ വാക്കുകൾ ഒരുപാട് നേട്ടം. അത് അള്ളാഹ്ക്കേ അറിയൂ എത്രയാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാനും നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും മാത്രമല്ല അതിൽ വർധനവുണ്ടാവാനും, കച്ചവടത്തിൽ വർധനവുണ്ടാവാൻ, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ ആരോഗ്യം ഒന്നുകൂടി നല്ല ആരോഗ്യമുണ്ടാവാൻ, രോഗങ്ങൾ മാറാൻ ഒക്കെയായി നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. കേട്ടോ? ഏതാണ്? സ്ക്രീനിൽ കാണാം.
നമ്മൾ പറയണം രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം വീതം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. കേട്ടിട്ടുണ്ടോ? ചില ഉസ്താദുമാരൊക്കെ ദ്വാരക്കുമ്പോൾ തുടക്കം ഈ ഒരു വാചകം പറയാറുണ്ട്. ഒന്ന് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. ആദമേ, രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം വീതം ഈ ഒരു വാചകം നീ പറഞ്ഞാൽ നിനക്ക് കുറഞ്ഞ വാക്കുകളാണിത്, ഇതുകൊണ്ട് ഒരുപാട് പ്രതിഫലം നിനക്ക് അല്ലാഹു ആകുന്ന ഞാൻ തരും എന്ന് അല്ലാഹു പഠിപ്പിക്കുക. ഒന്ന് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. ഇപ്പം തന്നെ ഒരു പേനയും പേപ്പർ എടുത്ത് എൻ്റെ ഉമ്മച്ചിമാരെല്ലാവരും എഴുതിയെടുക്ക്, എൻ്റെ വാപ്പമാരെ പഠിച്ചു വെക്ക്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്ക്. അത് വല്ലാത്ത പ്രതിഫലമുള്ള ദുആയാണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ദുആയാണ്. ദുആ ചെയ്യുന്ന സമയത്ത് തുടക്കം ഈ ഒരു വാചകം പറയും, നമ്മുടെ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കും. അതിൻ്റെ അർത്ഥം നോക്കിയാലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വ സ്തുതികളും അല്ലാഹുവേ നിനക്കാകുന്നു. എങ്ങനെയുള്ള ഹംദൻ, ഒരു സ്തുതി, യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ, അനുഗ്രഹങ്ങളെ പൂർത്തിയാക്കുന്ന സ്തുതി, അതുപോലെ ആ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതലുള്ള നിന്റെ ഹംദ്. അല്ലാഹുവേ, എല്ലാ ഹംദുകളും എല്ലാ സ്തുതികളും നിനക്കാണ് എന്നാണ് മൊത്തത്തിൽ ഏകദേശ അർത്ഥം. ഒന്ന് പറഞ്ഞ ഒരു 3 പ്രാവശ്യം നമുക്ക് പറഞ്ഞാലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന നമ്മുടെ വല്ലുപ്പാക്ക് പടച്ച റബ്ബ് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുത മന്ത്രമാണ്, ഒരു വിജയസൂത്രമാണ് നമ്മൾ ഈ പഠിച്ചത്. അതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങളും പറഞ്ഞോ, യുവാക്കളെ നിങ്ങൾ പറഞ്ഞോ, ഉമ്മമാരെ നിങ്ങളും ഇത് നിത്യമാക്ക്, വാപ്പമാരെ നിങ്ങളിത് നിത്യമാക്ക്. എവിടെ വെച്ചാണോ ഈ ഒരു പുണ്യമായ വചനം പറയുന്നത് അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. വീട്ടിൽ വെച്ച് പറഞ്ഞാൽ, വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞാൽ, അതുപോലെ കച്ചവട സ്ഥാപനത്തിൽ വെച്ച് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് പടച്ച റബ്ബ് നമുക്ക് പറയുന്നവർക്ക് കാത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ അല്ലെ, അൽഹംദുലില്ലാഹിൻ്റെ നേട്ടം. ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന നേട്ടങ്ങളും പ്രതിഫലങ്ങളും നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. ഒരു അടിമ പറയുന്ന വാചകങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാചകമാണ് അവനെ സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആ ഒരു വാക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ അള്ളാഹ്ക്ക് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളോട്, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമ്മളോട് ഭയങ്കര കരുണയായിരിക്കും എന്നാണ്. അപ്പം അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പറയണം അൽഹംദുലില്ലാ. അതുപോലെ തന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പറയണം. ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ, അല്ലേ നമ്മൾ പറയാറുണ്ടോ അത്? ആര് ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് വന്നാൽ പറയാറുണ്ടോ? നല്ല മൂത്രമൊഴിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വല്ലാത്തൊരു റാഹത്താണ് അല്ലേ. അല്ലാ, വയറ്റിലേക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല ഉസ്താദേ, ഈ വയറ്റിലേക്ക് പോയ സാധനം പുറത്തേക്ക് പോയില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ പള്ളിയുടെ അടുത്ത് നിങ്ങളെല്ലാവരും ദ്വാരക്കണം കേട്ടോ, എല്ലാവരും ദ്വാ ചെയ്യണം. എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാൻ. ഒരു ഉമ്മ, അവർ ഭയങ്കര പ്രയാസത്തിലാണ്. ആ ഉമ്മയുടെ മോള്, അവർക്ക് ആ കുട്ടി 10 വയസ്സേ ഉള്ളൂ. ഒരു സ്കൂട്ടർ ആ കുട്ടിയെ തട്ടി, ഒരു വണ്ടി ആ കുട്ടിയെ ഇടിച്ചു. അങ്ങനെ വേറെ ശരീരത്തിന് വേറെ പ്രയാസമൊന്നുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി റിക്കവറായി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കുട്ടിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അറിയാതെ, ആ കുട്ടി അറിയുന്നില്ല, കുട്ടി അറിയാതെ മലവും മൂത്രവും പുറത്തേക്ക് പോവുക. സാധ്യത പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണം. എറണാകുളം ഭാഗത്തുള്ള ഏകദേശം മിക്ക ഹോസ്പിറ്റലിലും ആ ഒരു പ്രയാസം പറഞ്ഞ് ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്നു. ഡോക്ടർമാരൊക്കെ പറയുന്നത് കുട്ടി ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സംഭവം അറിയാതെ മൂത്രവും മലവും പുറത്തേക്ക് പോകുന്നു. ഒന്നും ചിന്തിച്ചു നോക്കിയേ, എന്ത് അവസ്ഥയായിരിക്കും അല്ലെ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്രയോ സ്വപ്നങ്ങളാണ് കണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ അടുത്ത് കണ്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഉസ്താദേ ഇപ്പോൾ ഈ അറിയാതെ മൂത്രം പോകുന്ന ആ ഒരു അവസ്ഥ കുറവുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസത്തിൻ്റെ വാക്കായിട്ട് പറഞ്ഞതല്ല. ഇപ്പോൾ എപ്പോഴും മൂത്രം പോകില്ല, 4 ദിവസം കൂടുമ്പോഴാണ് മൂത്രം പോകുന്നത്. അല്ലാ, നമുക്ക് ഒരു ദിവസം തന്നെ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് മൂത്രമൊഴിച്ചില്ലെങ്കിൽ എന്ത് അസ്വസ്ഥതയാണ്, എന്ത് വല്ലാത്തൊരു പരീക്ഷ. ഇപ്പോഴും അറിയാതെ ഇങ്ങനെ മലം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലാ പടച്ചവനെ, പരിപൂർണമായ ആഫിയത്ത് ആ കുട്ടിക്ക് നീ കൊടുക്കണേ അല്ലാ. അള്ളാഹു എന്ത് രോഗമാണെന്ന് നിനക്കറിയാം, അത് നീ ഒരുപാട് പ്രയാസപ്പെടുത്താതെ സങ്കടപ്പെടുത്താതെ വേഗത്തിൽ തന്നെ അള്ളാഹുവെ ആജിലായ പെട്ടെന്നുള്ള ഷിഫാ, കാമിലായ ഷിഫാ ആ കുട്ടിക്ക് നീ നൽകണേ അല്ലാ.
അള്ളാഹു അതുപോലുള്ള ഒരു അവസ്ഥ വരുന്നതിന് തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എപ്പോഴും നമ്മൾ ദ്വാരക്കണം. എത്രയോ അനുഗ്രഹങ്ങളാണ് മുഅ്മിനീങ്ങളെ. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സഹോദരൻ വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദെ, നിങ്ങളുടെ വീഡിയോകളൊക്കെ ഉമ്മയും വാപ്പയൊക്കെ കാണാറുണ്ട്. പിന്നെ ഉമ്മാക്ക് കണ്ണിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, വീട്ടിലാണ്. ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണം, വാപ്പച്ചിക്ക് വേണ്ടി ദ്വാരക്കണം. ആ സഹോദരൻ പറഞ്ഞു, നമ്മുടെയൊക്കെ വീഡിയോ കാണുന്നവരാണ്. ആ സഹോദരൻ പറഞ്ഞത്, ഉസ്താദെ, എൻ്റെ വാപ്പയുടെ ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പീള ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതാണ്. ഇങ്ങനെ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, അങ്ങനെ പീള ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ അടിഞ്ഞു കൂടുന്നു. അപ്പോൾ സംഭവം ഡോക്ടർമാരുടെ അടുക്ക ചെന്നപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ മുഖത്തിൻ്റെ ഇതിലെ കൂടെ കണ്ണിൻ്റെ അടി, കണ്ണിൻ്റെ മുകളിൽ, പിന്നെ മൂക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് രക്തക്കുഴലുകളുണ്ട് അല്ലേ, നരമ്പുകളുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരു നരമ്പ് ബ്ലോക്കായി കിടക്കുക, അവിടെ ദശ വളർന്നിട്ട് അത് ബ്ലോക്കായി കിടക്കുവാണ്. അപ്പോൾ അവിടെ ഈ രക്തം പമ്പ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ ആയിട്ടാണ് ഈ കണ്ണിൽ ഇങ്ങനെ പീള അടിയുന്നത്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഞാൻ ചിന്തിക്കണം, എൻ്റെ ഉമ്മമാർ ചിന്തിക്കണം, ഉപ്പമാർ ചിന്തിക്കണം, നമുക്കൊക്കെ എത്രയോ നിഅമത്താണ് നമ്മൾ അറിയാതെ പടച്ച റബ്ബ് തന്നത്. അപ്പോൾ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാ 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 എന്ന് ഇങ്ങനെ ഒരുപാട് വട്ടം അല്ലേ. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയും, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അൽഹംദുലില്ലാ എന്ന് ഒരു പ്രാവശ്യമല്ല, ഞാൻ 3 പ്രാവശ്യം പറയും, അല്ലെങ്കിൽ 2 പ്രാവശ്യം പറയും. ഇപ്പോൾ നമുക്ക് അള്ളാഹു ഒരു നിഅമത്ത് തന്നു, ഇപ്പോൾ കുറച്ച് പൈസ നമുക്ക് കിട്ടി, നമ്മുടെ കച്ചവടത്തിൽ ലാഭം കിട്ടി. അപ്പോൾ നമ്മൾ പറയാണ്, ഓ എനിക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മുടെ നാവിന് അള്ളാഹു ചലനശേഷി തന്നില്ലേ, അതൊരു അനുഗ്രഹമല്ലേ. അതുകൊണ്ട് വീണ്ടും പറയുന്നു ഞാൻ എന്ത്, അൽഹംദുലില്ലാ എന്ന്. ഇതാര് പറയാൻ? ഇമാം ഷാഫി തങ്ങൾ പറയാൻ. ഞാൻ ഒരു പ്രാവശ്യമല്ല, എനിക്ക് എന്തെങ്കിലും നിഅമത്ത് കിട്ടിയാൽ ഞാൻ ഒരുപാട് വട്ടം അല്ലാഹനെ ഇങ്ങനെ സ്തുതിക്കും. കാരണം ഓരോ പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് എനിക്ക് പറയാനുള്ള നാവിനും എൻ്റെ വായക്കും ആരോഗ്യം തന്ന, കഴിവ് തന്ന പടച്ചോനെ നിനക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് നമ്മൾ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ സ്വന്തം നമ്മുടെ ശരീരത്തിൽ നോക്കുമ്പോൾ എനിക്ക് അസുഖം, എനിക്ക് രോഗം. പക്ഷെ നമ്മളൊന്ന് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നോക്കിയേ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, നമ്മളെക്കാൾ സാമ്പത്തികം കുറഞ്ഞ എത്രയോ ആളുകൾക്ക് എത്രയോ വലിയ പ്രയാസങ്ങൾ, നമ്മുടെ ഇരട്ടി പ്രയാസങ്ങളാണ്. അതുകൊണ്ട് പറയുക, പ്രത്യേകിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ഈ ദുആ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ, അത് മറന്നു പോകരുത്. അതായിരിക്കട്ടെ ഇന്നത്തെ ക്ലാസിൻ്റെ സന്ദേശം. ഇൻഷാ അല്ലാഹ് ഈ ഒരു പുണ്യമായ വചനം ഇത് മതി നമ്മുടെ ജീവിതം വിജയിക്കാൻ. എപ്പോഴും പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിത്യമായി പറയാനും, ഇത് പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ആളുകളെപ്പോലെ ഒരുപാട്, ഇത് എനിക്കറിയാവുന്നതാണ്, അറിയാത്ത ഈ ക്ലാസ് കേൾക്കുന്ന എത്രയോ ആളുകളിൽ എത്രയോ രോഗികളുണ്ട്, എത്രയോ പ്രയാസപ്പെടുന്നവരുണ്ട്, എത്രയോ സങ്കടത്തിലായവരുണ്ട്, ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ല ഉസ്താദെ, മരിച്ചാൽ മതി എന്നൊക്കെ വരെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാ പൈസയും ചികിത്സിച്ച് തീർന്നു, ഇനി ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ റബ്ബേ, ആർക്കൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. മരണപ്പെട്ടു എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.